1848 പൂനെയിൽ അധകൃത വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ച ജ്യോതിബ ഫൂലെയെ നാം എല്ലാവരും അറിയും. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ ചരിത്ര പുസ്തകങ്ങളിലും അദ്ദേഹത്തെക്കുറിച്ച് പരാമർശമുണ്ട്. എന്നാൽ അതിനും 2 വർഷം മുമ്പ് ഒരു കേരളീയൻ 1846 മാന്നാനത്ത് അധകൃത വർഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംസ്കൃതം പഠിപ്പിക്കുവാൻ, മലയാളം പഠിപ്പിക്കുവാൻ ഒരു സ്കൂൾ ആരംഭിച്ചു. അവിടെ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി അക്ഷര വെളിച്ചം പകർന്ന് നൽകി. ഒരുപക്ഷെ കേരളത്തിലെ ഒരു നവോത്ഥാന നായകൻ എന്നതിനപ്പുറം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ നവോത്ഥാന നായകൻ എന്ന് അറിയപ്പെടേണ്ട വ്യക്തിത്വം. പക്ഷേ ഇന്നും പാഠപുസ്തകങ്ങളിൽ 1-2 പാരഗ്രാഫ് മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുള്ളൂ. അദ്ദേഹം നൽകിയ സംഭാവനകൾ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുന്നുമില്ല. മാന്നാനത്തെ കുന്നിൽ നിന്ന് കേരളമൊട്ടാകെ അക്ഷര വെളിച്ചം വ്യാപിപ്പിച്ച ആ മഹാത്മാവിൻ്റെ പേരാണ് ചാവറയച്ചൻ. അദ്ദേഹം പ്രയത്നിച്ചത് സാധാരണക്കാർക്ക് വേണ്ടിയായിരുന്നു. സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട പാവപ്പെട്ടവരും അധകൃതരുമായ ആളുകളെ ചേർത്ത് നിർത്തി കേരളത്തിൽ വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ടുവന്നത് ചാവറയച്ചനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഓരോ പള്ളിയോടൊപ്പവും പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുക, പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കാത്ത ആളുകളെ ശിക്ഷിക്കും എന്ന് തന്നെ അദ്ദേഹം സർക്കുലർ ഇറക്കി. മാത്രമല്ല, വിദ്യാർത്ഥികൾ പള്ളിക്കൂടങ്ങളിൽ തുടർന്ന് പഠിക്കുവാൻ വേണ്ടി പിടിയരി പിരിച്ച് ആ പിടിയരി ഉപയോഗിച്ച് ഭക്ഷണമുണ്ടാക്കി മിഡ് ഡേ മീൽ സ്കീം ആദ്യമായി കേരളത്തിൽ ആരംഭിച്ചു. അത് പിന്നീട് രാജാവ് ഗവൺമെൻറ് പള്ളിക്കൂടങ്ങളിലുമൊക്കെ ആ ഒരു പദ്ധതി വ്യാപിപ്പിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ കാണുന്ന മിഡ് ഡേ മീൽ സ്കീം തുടങ്ങിയത് ചാവറയച്ചനിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കേവലം ഒരു മേഖലയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. വ്യത്യസ്ത മേഖലകളിൽ കേരളത്തിൽ അച്ചടി ഏതാനും ആളുകളുടെ കുത്തകയായിരുന്ന ഒരു കാലഘട്ടത്തിൽ അത് എല്ലാവരിലേക്കും എത്തിക്കുവാൻ, അച്ചടിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെയാണ് 1887 കോട്ടയത്ത് നിന്നും നസ്രാണി ദീപിക എന്ന് പറയുന്ന പ്രസിദ്ധീകരണം, കോട്ടയം ജില്ലയിലെ മാന്നാനത്ത് നിന്നും നസ്രാണി ദീപിക എന്ന പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. ഇന്നും നിലനിൽക്കുന്ന മലയാളത്തിലെ പത്രമുത്തശ്ശി എന്നറിയപ്പെടുന്ന ദീപിക പത്രത്തിൻ്റെ പിറവി അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, അദ്ദേഹം കലയെ സാമൂഹിക മാറ്റത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഇന്ന് കേരളത്തിലെ തൃശ്ശൂരിലുള്ള സാഹിത്യ അക്കാദമിയുടെ ഹാളിൽ പോയാൽ അവിടെ ചാവറയച്ചൻ്റെ ഒരു ചിത്രം ഇരിക്കുന്നത് കാണാം. എന്തിനാണത്? അദ്ദേഹം നിരവധി സാഹിത്യ കൃതികൾ മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്ത അത്യുജ്വല